നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഡ്രാഗ് ടാക് എന്ന് പറയുന്ന സിനിമ എക്സ്പീരിയൻസ്? ആക്ച്വലി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. പൊതുവേ നല്ല എക്സ്പീരിയൻസ് ആണ്. മുന്നമേ വേറെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ആദ്യത്തെ നെർവസ്നെസ് ഒക്കെ സിനിമയും ഉണ്ട്. കൂടിയാണ്. യെസ്, ആദ്യത്തെ സിനിമ കൂടി. ഓക്കെ. അതെ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് Okay. ഇതിൻ്റെ ഓഡീഷൻസിന് വന്നത്. Okay. അപ്പം ആക്ച്വലി ഡയറക്ടർ സാറിനെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെ ചെറിയൊരു ഓഡീഷൻസ് ഒക്കെ നടത്തി. അങ്ങനെയാണ്. എങ്ങനെയായിരുന്നു ആ ഓഡിഷൻസ്? അത് ഓൾറെഡി പറഞ്ഞു, ടെക്നോളജിക്കലി നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു എന്നുള്ളത്. ഓൺലൈനായിട്ടാണെങ്കിലും ഞാൻ ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് ഷൂട്ട് ലൊക്കേഷൻ വാസ് ഇൻ അടൂർ. അപ്പോൾ എൻ്റെ വീട് കായംകുളമാണ്. അപ്പോൾ നമുക്ക് ഒരു 45 മിനിറ്റ്സിനുള്ളിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. സോ നേരിട്ട് കണ്ടു. അപ്പോൾ സാറ് കുറേ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ തന്നിട്ട് ആക്ട് ചെയ്ത് കാണിക്കാനൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ആക്ച്വലി ഇങ്ങനെ വൺ ടു വൺ ഫേസ് ടു ഫേസ് ആക്ട് ചെയ്ത് ആ സിറ്റുവേഷൻ ഇല്ലാതെ ആക്ട് ചെയ്യാൻ നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി അത് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു. ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. ഒരു 1 ഡേ എടുത്തു പുള്ളി അത് ചെയ്തെടുപ്പിച്ചിട്ട് ഏത് റോള് വേണം എന്നൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടും. പിന്നെ അതിന് ശേഷം ഉള്ള സംഭവം എല്ലാം ഓൺലൈൻ വഴി ട്രെയിനിങ് ആയിരുന്നു. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഐ മീൻ ഒരു മാക്സിമം പെർഫെക്ഷൻ എങ്ങനെ കിട്ടുന്നു അതുവരെ പുള്ളി ചെയ്യിപ്പിക്കും. നേരത്തെ നമുക്ക് സ്ക്രിപ്റ്റ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ വിചാരിച്ച് കേട്ട രീതിയിലുള്ള അത്ര ഒരു ഭീകര അന്തരീക്ഷമോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ആദ്യമായിട്ടും കൂടെ അല്ലേ, അപ്പോൾ എക്സ്പീരിയൻസുകൾ നമുക്കൊരു ഉള്ളുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ. പിന്നെ ഒരു ലേഡി അസിസ്റ്റന്റ് ഡയറക്ടറും ഉണ്ടായിരുന്നു. മാം ഭയങ്കര ഹെൽപ്പായിരുന്നു. ഓരോ സീൻ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നാക്കാനുള്ള ടിപ്സൊക്കെ പുള്ളിക്കാരി പറഞ്ഞു തരുമായിരുന്നു. പിന്നെ കോസ്റ്റ്യൂം എല്ലാവരും ചുറ്റും നിന്ന് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സീനിൽ അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. സോ ഓൾ ടുഗദർ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി ഫോർ ബീയിങ് എ ഫസ്റ്റ് മൂവി. അല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാവുന്ന കുറേ ലാംഗ്വേജസ്, നമ്മുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ നോർമൽ സംസാരിക്കുന്നതല്ലല്ലോ ഇത് നമുക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റ്. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന പോലെ കാണാതെ പഠിച്ച് പറഞ്ഞാൽ പോരല്ലോ. പറയുന്നതിൻ്റെ ഫീൽ എക്സ്പ്രസീവ് ആവണം. നാച്ചുറാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ഓവറും പറ്റില്ല. താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ആ നാച്ചുറാലിറ്റി നമുക്കത് എത്തിക്കണം. ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് നമ്മുടെ അതിൻ്റെ റോള് നമ്മുടെ എന്തായിരുന്നു? ആക്ച്വലി എന്നാ പറയാ, നമ്മുടെ നായകൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. വളരെ, അതായത് ഒരു ഗ്യാങ്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ബെസ്റ്റീസ് എന്ന് പറയുന്ന പോലെ അതിൽ വളരെ ക്ലോസ് ഫീമെയിൽ ഫ്രണ്ടായിട്ടാണ് അതിൻ്റെ അകത്ത്. അതാണ് റോള് ആക്ച്വലി. ത്രൂ ഔട്ട് ഉണ്ട് ഓൾമോസ്റ്റ്. കാരണം 10-23 ദിവസത്തെ ഫിലിം ആയിരുന്നു നമ്മുടെ. 6 to 7 days ഉണ്ടായിരുന്നു ഞാൻ. ഓക്കെ. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഔട്ട്പുട്ടിലും അതുപോലെ തന്നെ നമുക്ക് ഒന്നും അറിയത്തില്ല, ബിക്കോസ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ സംഭവം. നമ്മൾ ചെയ്തു, ഫുള്ളായിട്ടൊന്നും നമ്മളെ കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് പോകുമല്ലോ ആക്ച്വലി. അതുകൊണ്ട് ഔട്ട്സിന് വെയിറ്റിംഗ് ആണ് ആക്ച്വലി. ഇപ്പോൾ പുറത്ത് ഈ ഫിലിമിലല്ലാത്ത ഒരാൾ എങ്ങനെ ഒരു ഫിലിമിനെ വെയിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളും ആ സെയിം എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുക. ബിക്കോസ് നമ്മൾ കണ്ടിട്ടില്ല, ആകാംക്ഷ തന്നെയാണ് ബിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ട്വിസ്റ്റ് എന്നും നമുക്കറിയാം. പിന്നെ നമ്മൾ ചെയ്ത സാധനം എങ്ങനെയാണ് ഓൺ സ്ക്രീനിൽ വരുന്നതെന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ ഫസ്റ്റ് ടൈം കാണാൻ പോവാണ്. മറ്റുള്ള ആളുകൾ കണ്ടതുപോലെ തന്നെ നമ്മളും സെയിം വെയിറ്റിംഗ്, സെയിം എക്സൈറ്റ്മെൻറ്റ്. എന്തായാലും നല്ല എക്സ്പീരിയൻസുകൾ തന്നെ നമുക്ക് എത്താൻ സാധിക്കട്ടെ. ഇതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കട്ടെ. ഏറ്റവും വലിയ വിശ്വസ് തന്നെ ആകാശം. താങ്ക് യു സോ മച്ച്. ഓക്കെ.